ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം, വാഹന ലോകം മുഴുവൻ ഇപ്പോൾ ഇലക്ട്രിക് എന്ന് പറഞ്ഞ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് കൺവേർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ഒരു പക്ഷേ മനസ്സിൻ്റെ കോണിൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. ഒരു ഇലക്ട്രിക് വാഹനത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ രീതിയിൽ പ്ലാൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ വന്നു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണിത്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇലക്ട്രിക്കിലേക്ക് മാറിക്കഴിഞ്ഞു. ബാക്കിയുള്ളവരും, അതും വളരെ ചെറിയൊരു പേഴ്സൻറ്റേജാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ. എന്നാൽ മറ്റുള്ളവരും കൂടി മാറാവുന്ന രീതിയിലേക്കുള്ള ന്യൂസുകളും അല്ലെങ്കിൽ ഓഫറുകളുമാണ് പുതിയ പുതിയ കമ്പനികളിൽ നിന്ന് വരുന്നത്. നമുക്കറിയാം, മാർക്കറ്റിൽ ഏറ്റവും അധികം ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് വാഹനങ്ങളിൽ ഒന്നായ ഓല എന്ന് പറഞ്ഞ കമ്പനി കഴിഞ്ഞ ദിവസം അവരുടെ ഏറ്റവും പുതിയ കുറച്ച് മോഡലുകൾ അവതരിപ്പിച്ചു. എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ടാണ് ഈ മോഡലുകൾ വന്നിരിക്കുന്നത്. ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെയൊക്കെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ വില തന്നെയാണ്. അതായത് ഒരു സ്കൂട്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ 1,50,000 അല്ലെങ്കിൽ 80,000 ആ റേഞ്ചിലേക്കാണ് ഇതിൻ്റെയൊക്കെ റേറ്റുകൾ വരുന്നത്. അതായത് നല്ലൊരു ബ്രാൻഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വരുന്നത്. എന്നാൽ വെറും 40,000 രൂപ മുതലുള്ള സ്കൂട്ടറുകൾ ഇറക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഓല മാർക്കറ്റിനെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റുള്ള മോഡലുകളും കൂടിയുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്താണെന്നും ഒട്ടും പുറകിലല്ലാത്ത രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പും കിലോമീറ്റർ റൈഡുമാണ് ഇവരൊക്കെ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ഇടാനായിട്ട് ഞങ്ങൾക്ക് പ്രചോദനമാവുകയുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ വാഹനം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇറങ്ങി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെയും കൂടി എഴുതി അറിയിക്കുക. അതിനായി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള വാഹനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. അവർക്കൊക്കെ ഈ ന്യൂസ് എത്തിക്കുവാനായിട്ട് അവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ സ്കൂട്ടറിൻ്റെ പേര്, ഓല ഇറക്കിയിരിക്കുന്ന ഈ പുതിയ സ്കൂട്ടറിൻ്റെ പേര് പുത്തൻ ഗിഗ് സ്കൂട്ടർ എന്നാണ് ഇതിനെ വിലയിരുത്തിയിരിക്കുന്നത്. വെറും 39,999 രൂപ മുതൽ പവർ പോഡ് ഇൻവെർട്ടറും പുറത്തിറക്കിയിട്ടുണ്ട് ഈ ഓല കമ്പനി. ഇതുകൊണ്ട് തന്നെ, അതായത് ഇപ്പോൾ ഏറ്റവും വ്യത്യസ്ത മോഡലുകളും വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റ് ഷെയറിൽ, അല്ലെങ്കിൽ ഓഹരി വിപണിയിൽ ഓലയുടെ ഷെയർ തന്നെ ഇപ്പോൾ റേറ്റ് കൂടിയിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ന്യൂസിൽ പറയുന്നത്, ഇലക്ട്രിക് 2 വീലർ നിർമ്മാതാക്കളായ ഓല ഇലക്ട്രിക് 2 മോഡലുകളാണ് ഇപ്പോൾ വിപണിയിൽ ഇറക്കിയിരിക്കുന്നത്. ഗിഗ് എന്ന് പറഞ്ഞ പേരിലൊന്നും, ഗിഗ് പ്ലസ് എന്ന് പറയുന്ന പേരിൽ മറ്റൊന്നും. പിന്നെ S1Z, അതുപോലെ S1Z+ എന്നീ മോഡലുകളാണ് കമ്പനി മേധാവി ഭാവിഷ് അഗ്രവാൾ അവതരിപ്പിച്ചത്. പോർട്ടബിൾ ബാറ്ററിയോട് കൂടിയതും അതിവേഗ ചാർജിങ് സൗകര്യമുള്ളതുമായ മോഡലുകളാണിവ. എല്ലാവരും ഒരുവിധമൊക്കെ പ്രശ്നം പറയുന്നത് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ടൈം കൂടുതലെടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു പ്രശ്നം ഈ മോഡലുകളിൽ സോൾവ് ആയിട്ടുണ്ട്. വീടുകളിൽ ഉപയോഗിക്കാവുന്ന പോർട്ടബിൾ ഇൻവെർട്ടറും പവർ പോഡ് എന്ന പേരിൽ ഓല വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. ആകർഷകവും ലളിതവുമായ ഡിസൈനിലാണ് പുത്തൻ സ്കൂട്ടറുകൾ എത്തുന്നത്. ആപ്പ് അധിഷ്ഠിതമായാണ് ഇവയിലും ആക്സസ് സൗകര്യങ്ങൾ നൽകിയിരിക്കുന്നത്. സ്കൂട്ടറുകളുടെ ബുക്കിങ്ങിനും ഓല തുടക്കമിട്ടിട്ടുണ്ട്. 2025 ഏപ്രിൽ മുതലായിരിക്കും വിതരണം. 1.5 kWh ശേഷിയുള്ള ഗിഗ് സ്കൂട്ടറിൻ്റെ ബാറ്ററി 112 കിലോമീറ്റർ സർട്ടിഫൈഡ് റേഞ്ചുള്ള ഗിഗിൻ്റെ ടോപ്പ് സ്പീഡ് മണിക്കൂറിൽ 25 കിലോമീറ്റർ സിംഗിൾ പോർട്ടബിൾ ബാറ്ററിയാണ് ഗിഗിലുള്ളത്. വെറും 39,000 രൂപയിൽ ഗിഗ് സ്കൂട്ടറിൻ്റെ വില ആരംഭിക്കുന്നു എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഗിഗ് രംഗത്ത് ജോലി ചെയ്യുന്നവരെയും ഹ്രസ്വദൂരം സഞ്ചരിക്കുന്നവരെയും ഉന്നമിട്ടാണ് ഗിഗ് എത്തുന്നത്. വിവിധ കമ്പനികൾക്ക് വേണ്ടി സ്വതന്ത്രമായി ഫ്രീലാൻസറായി ജോലി ചെയ്യുന്നവരാണ് ഗിഗ് രംഗത്തുള്ളവർ. ഉദാഹരണത്തിന് സൊമാറ്റോയുടെ ഡെലിവറി ജോലിക്കാർ. ഗിഗ് രംഗത്ത് തന്നെ കൂടുതൽ ദൂരം ഒരു ദിവസം യാത്ര ചെയ്യുന്നവരെ ഉന്നമിടുന്നതാണ്. ഗിഗ് പ്ലസ് സ്കൂട്ടർ, അതിൻ്റെ വില അതും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കുറവാണ്. അതായത് 49,999 രൂപ മുതൽ 1.5 kWh 2 പോർട്ടബിൾ ബാറ്ററി സ്ലോട്ട് സ്കൂട്ടറാണ് അത്. ഒന്ന് ഉപയോഗിച്ചാൽ ഏകദേശം 81 കിലോമീറ്ററും 2 സ്ലോട്ടും പ്രയോജനപ്പെടുത്തിയാൽ 157 കിലോമീറ്റർ റേഞ്ച് നേടാം. 45 കിലോമീറ്ററാണ് ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. നമ്മുടെ റോഡുകളിൽ 45 കിലോമീറ്റർ സ്പീഡ് എന്ന് പറയുമ്പോൾ തന്നെ ആവശ്യത്തിന് സ്പീഡായി എന്ന് തന്നെ നമുക്ക് കരുതാം. പോർട്ടബിളായ 2 1.5 kWh ബാറ്ററി സ്ലോട്ടോട് കൂടിയാണ് S1Z എത്തുന്നത്.
75-146 കിലോമീറ്റർ റേഞ്ച് അവകാശപ്പെടുന്നു. ടോപ്പ് സ്പീഡ് 70 കിലോമീറ്ററാണ്. നഗരയാത്രക്കാരെയാണ് S1 ഇസഡിൻ്റെ ഉന്നം. വില 59,999 രൂപ മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സമാന മികവുള്ള ഓല S1 ഇസഡ് പ്ലസിന് അല്പം കൂടി വിശാലമായ രൂപകൽപ്പന നൽകിയിരിക്കുന്നു. വ്യക്തിഗത യാത്രയ്ക്ക് പുറമെ വാണിജ്യ ഉപയോഗത്തിനും S1 ഇസഡ് പ്ലസ് പ്രയോജനപ്പെടുത്താം. വില 69,999 രൂപ മുതലാണ്. പരമ്പരാഗത പെട്രോൾ സ്കൂട്ടറിനെ അപേക്ഷിച്ച് പ്രതിദിന ചെലവ് ഗിഗ് S1 ഇസഡ് ശ്രേണിയിലെ സ്കൂട്ടറുകൾക്ക് വൻതോതിൽ കുറവാണെന്നും ഓല ഇലക്ട്രിക് അവകാശപ്പെടുന്നു. നിലവിൽ ഓലയ്ക്ക് S1 X, S1 എയർ, S1 Pro എന്നീ സ്കൂട്ടറുകളുള്ള ശ്രേണികളാണ് ഉള്ളത്. 69,999 രൂപ മുതൽ 1.34 ലക്ഷം രൂപ വരെയാണ് ഇവയുടെ പ്രാരംഭ വില. ഓല അവതരിപ്പിച്ച പുത്തൻ പവർ പോഡിന്, അതായത് ഇൻവെർട്ടർ പോലെയുള്ള ബാറ്ററി പാക്കിന് 9,999 രൂപയാണ് വില. LED ബൾബ്, ഫാൻ, TV, മൊബൈൽ ചാർജറുകൾ, വൈഫൈ റൂട്ടറുകൾ എന്നിവ 3 മണിക്കൂർ വരെ പവർ പോഡിൽ പ്രവർത്തിക്കാനാകുമെന്നും ഓല പറയുന്നു. ഇന്ന് ഓല ഇലക്ട്രിക്കിൻ്റെ ഓഹരികൾ NSEയിൽ 5.27% ഉയർന്ന് 73.25 രൂപയിലെത്തിയിരുന്നു. വ്യാപാരം അവസാനിപ്പിച്ചത് ആ രീതിയിലായിരുന്നു. 32,309 കോടി രൂപ വിപണി മൂല്യമുള്ള കമ്പനിയുടെ ഓഹരികളുടെ 52 ആഴ്ചത്തെ ഉയരം കഴിഞ്ഞ ഓഗസ്റ്റ് 20-ന് രേഖപ്പെടുത്തിയ 157.40 രൂപയായിരുന്നു. അതേസമയം 52 ആഴ്ചത്തെ താഴ്ച കഴിഞ്ഞ 22-ലെ 66.66 രൂപയും. എന്തുതന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള പുതിയ ഇന്നോവേഷനുകൾ നമ്മുടെ മാർക്കറ്റിൽ വളരെയധികം സ്വാഗതാർഹമാണ്. അതുതന്നെയാണ് ആ ഓല എന്ന് പറഞ്ഞ ബ്രാൻഡിന് ജനങ്ങൾ നൽകിയ സ്വീകാര്യതയും. തുടക്കത്തിൽ വളരെയധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും കമ്പനി പലതും ഇപ്പോൾ അത് സോൾവ് ചെയ്ത് യൂസർ ഫ്രണ്ട്ലി ആയിട്ട്, അല്ലെങ്കിൽ യൂസേഴ്സിന്, അല്ലെങ്കിൽ ഒരു യൂസറിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം മനോഹരമാക്കാൻ സാധിക്കുമോ ഒരു വാഹനത്തെ എന്നുള്ളത് പഠിച്ചവർ അതിനനുസരിച്ച് പല മാറ്റങ്ങളും ഇപ്പോൾ വരുത്തി കഴിഞ്ഞു. നമുക്ക് പ്രതീക്ഷിക്കാം ഈ വരുന്ന പുതിയ 4 മോഡലുകളും നല്ലൊരു മാർക്കറ്റ് ബൂമിങ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നും, അതുപോലെ തന്നെ എല്ലാവരുടെയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി, അതായത് ഒരു 40,000 രൂപയ്ക്ക് ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്ന് എല്ലാ രീതിയിലുള്ള സർവീസും കാര്യങ്ങളും ലഭിക്കുന്ന ഒരു മോഡൽ ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് തന്നെ കരുതാം. എന്തു തന്നെയാണെങ്കിലും നമുക്ക് കാത്തിരിക്കാം. വരും ദിവസങ്ങളിൽ വാഹനം റോഡിലിറങ്ങുമ്പോഴും നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോഴും എത്തരത്തിലായിരിക്കും ആ വാഹനത്തിൻ്റെ പെർഫോമൻസ് എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾ ഈ വാഹനം മേടിച്ചു കഴിഞ്ഞാലോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാലോ ഞങ്ങളെയും കൂടി എഴുതി അറിയിക്കുക. ഞങ്ങൾക്കും അതറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ തുടർന്നുള്ള വീഡിയോകൾക്കായി കാത്തിരിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഇതുപോലെയുള്ള പുതിയ വീഡിയോകളൊക്കെ ഇടാനായിട്ട് ഞങ്ങൾക്ക് പ്രചോദനമാകുകയുള്ളൂ. അതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഒത്തിരി പേര് ഇതൊക്കെ അറിയാതെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരിലേക്ക് എത്തിക്കുവാനായിട്ട് ഈ ന്യൂസ് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.